എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ അക്കൗണ്ടിങ് ക്ലാസ്സിൽ മെയിനായിട്ട് പറഞ്ഞത് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. നമ്മൾ പഠിക്കുന്ന നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ഫൈനൽ അക്കൗണ്ടുകൾ നമ്മൾ തയ്യാറാക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിച്ച 2 അക്കൗണ്ടുകളാണ്. ഒന്നാമത്തെ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, പിന്നെ പഠിച്ചത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നമ്മൾ ഓൾറെഡി ഈ 2 അക്കൗണ്ടും തയ്യാറാക്കിയതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഈ 2 അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ആദ്യം നോക്കുന്നത് നേച്ചർ ഓഫ് അക്കൗണ്ട്, അക്കൗണ്ടിൻ്റെ സ്വഭാവം. അക്കൗണ്ടിൻ്റെ സ്വഭാവം നോക്കുകയാണെങ്കിൽ ആദ്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പോലെയാണ്. ട്രേഡിംഗ് കൺസേൺസിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്ന അതേ രൂപത്തിലാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അതേസമയം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ അത് തയ്യാറാക്കുന്നത് ക്യാഷ് ബുക്കിനെ പോലെയാണ്. ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്ന രീതിയിലാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. നമ്മൾ ഓൾറെഡി ഈ 2 അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കിയതുമാണ്. ഈ രണ്ടാമത് നോക്കുന്നത് ഇതിലെഴുതുന്ന ഐറ്റംസ്, ഏത് തരം ഐറ്റംസാണ് ഈ അക്കൗണ്ടുകളിലേക്ക് എഴുതുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസ് മാത്രമേ ഉൾപ്പെടുത്തേണ്ടതുള്ളൂ, റവന്യൂ ഐറ്റംസും ഉണ്ട്. പക്ഷേ റിസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസും ക്യാപിറ്റൽ ഐറ്റംസും ഉൾപ്പെടുത്തണം. അപ്പോൾ എന്താണ് റവന്യൂ, എന്താണ് ക്യാപിറ്റൽ എന്നുള്ളത് മറ്റൊരു ക്ലാസ് നമുക്ക് കൃത്യമായിട്ട് വിശദീകരിക്കാം. അപ്പോൾ എന്തായാലും ഇത് മനസ്സിലാക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസ് മാത്രമേ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. പക്ഷേ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അങ്ങനെയല്ല. റവന്യൂ ഐറ്റംസും ക്യാപിറ്റൽ ഐറ്റംസും രണ്ടും ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. മൂന്നാമത് പീരിയഡ്, കാലാവധി. ഏതെല്ലാം കാലാവധിയിലുള്ള ഇനങ്ങൾ ഈ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണെങ്കിൽ നടപ്പ് വർഷത്തെ അല്ലെങ്കിൽ കറൻറ്റ് ഇയറിലുള്ള ഐറ്റംസ്, കറൻറ്റ് ഇയറിലേക്ക് വേണ്ടി ലഭിച്ചിട്ടുള്ള ഇൻകംസ് ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ് മാത്രമേ ഉൾപ്പെടുത്തേണ്ടതുള്ളൂ. മുൻ വർഷങ്ങളിലെ ബാക്കി കിട്ടിയതോ വരും വർഷങ്ങളിലേക്ക് മുൻകൂറായിട്ട് കിട്ടിയതോ, ഔട്ട്സ്റ്റാൻഡിങ് റിസീവ്ഡ് ഫോർ ദ പ്രീവിയസ് ഇയർ ആൻഡ് അഡ്വാൻസ് ഫോർ ദ കമ്മിങ് ഇയേഴ്സ്, ഇവ രണ്ടും നമ്മളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ റിസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അങ്ങനെയല്ല. ഈ വർഷം ഏതൊരു ആവശ്യത്തിന് കിട്ടിയതാണെങ്കിലും, അത് കഴിഞ്ഞ വർഷത്തെ ബാക്കി കിട്ടിയതാണെങ്കിലും വരും വർഷങ്ങളിലേക്ക് അഡ്വാൻസ് കിട്ടിയതാണെങ്കിലും അതെല്ലാം നമ്മളുടെ റിസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തണം. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അങ്ങനെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ വർഷങ്ങളിലെയും വരും വർഷങ്ങളിലേക്കുള്ള എമൗണ്ടുകളൊക്കെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്നും ഒഴിവാക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ഇതിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എന്തെല്ലാം ഐറ്റംസാണ് എടുക്കുക. അതിന് ഡെബിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചേഴ്സാണ്. അതിൻ്റെ പേര് കേട്ട ആദ്യം അങ്ങനെ കൺഫ്യൂഷൻ ആവരുത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ആദ്യം ഇൻകവും രണ്ടാമത് എക്സ്പെൻഡിച്ചറുമാണ്. പക്ഷേ ശ്രദ്ധിക്കുക, ഡെബിറ്റ് സൈഡിൽ എടുക്കുന്നത് ഇവിടെ എക്സ്പെൻഡിച്ചേഴ്സാണ്, ക്രെഡിറ്റ് സൈഡിലാണ് ഇൻകംസ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇൻകംസും ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചേഴ്സും ക്രെഡിറ്റ് സൈഡിൽ ഇൻകവും. ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചറും ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസുമാണ് എടുക്കുക. പക്ഷേ റിസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അങ്ങനെയല്ല. ഡെബിറ്റ് സൈഡിൽ റിസീപ്റ്റ്, ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ്. ആ പേരിൻ്റെ അതേ ഓർഡറിൽ തന്നെയാണ്. ഡെബിറ്റ് സൈഡിൽ റിസീപ്റ്റും ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റും. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അങ്ങനെയല്ല. ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസ്, ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസ്. അതാണ് ഡെബിറ്റ് സൈഡിൽ എടുക്കേണ്ടതും ക്രെഡിറ്റ് സൈഡിൽ എടുക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ഡിപ്രീസിയേഷൻ ആൻഡ് അതർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഡിപ്രീസിയേഷനും മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നോൺ ക്യാഷ് ഐറ്റംസ് ആണെങ്കിലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മളത് ഉൾപ്പെടുത്തും. പക്ഷേ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തില്ല. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തണം, റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല.
അടുത്തത് ബാലൻസുകളാണ്. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. ഓപ്പണിംഗ് ബാലൻസ് ഇല്ലാതെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തുടങ്ങുന്നത്. പക്ഷേ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അങ്ങനെയല്ല. ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഡെബിറ്റ് സൈഡിലുണ്ടാവും. ഇനി അടുത്ത് ക്ലോസിംഗ് ബാലൻസിൻ്റെ കാര്യമാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് കിട്ടുന്നത് സർപ്ലസോ ഡെഫിസിറ്റോ ആയിരിക്കും. എന്താണ് സർപ്ലസ്, എന്താണ് ഡെഫിസിറ്റ് എന്നത് മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ബാലൻസ് കിട്ടുന്നത് സർപ്ലസോ ഡെഫിസിറ്റോ ആയിരിക്കും. പക്ഷേ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസ് പോലെ തന്നെയാണ് ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ക്ലോസിംഗ് ബാലൻസ് ആക്കി ഇവിടെ ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തമ്മിലുള്ള വ്യത്യാസങ്ങളായിട്ട് ഉള്ളത്.